ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഹോം മെയ്ഡ് ആയിട്ടുള്ള ചിക്കൻ ഷവർമയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഷവർമക്ക് വേണ്ടിയിട്ടുള്ള റൊട്ടി ഉണ്ടല്ലോ, അതായത് കുബൂസ്, അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ റെസിപ്പി തൊട്ട് മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ അവിടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ എൻ്റെ സ്ക്രീനിലൊക്കെ ആയിട്ട് ചേർക്കാം. അപ്പോൾ ആ ഒരു വീഡിയോ കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഈ വീഡിയോ ഒരിത്തിരി ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആയിട്ട് പോകും. അപ്പോൾ നിങ്ങൾക്ക് പലർക്കും അത് ബോറടിക്കും, കൺഫ്യൂഷനൊക്കെ ഉണ്ടാക്കും. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ എങ്ങനെയാണ് കുബൂസ് ഉണ്ടാക്കുന്നത് എന്നുള്ള വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് അത് ചെക്ക് ചെയ്യാം. അപ്പോൾ എന്നാലും നമുക്കിന്ന് ഹോം മെയ്ഡ് ആയിട്ടുള്ള ചിക്കൻ ഷവർമ എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കുക, പെർഫെക്റ്റ് ആയിട്ടും അതുപോലെ ടേസ്റ്റി ആയിട്ടും എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം അതിലേക്ക് വേണ്ടിയിട്ടുള്ള ചിക്കനാണ് ഇവിടെ റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. ഞാനിവിടെ ഒരു ഫുൾ ചിക്കൻ്റെ 1 കിലോ വരുന്ന ഒരു ഫുൾ ചിക്കൻ്റെ ഒരു നെഞ്ച് ഭാഗം ഉണ്ടല്ലോ, എല്ലുകളൊന്നും ഇല്ലാത്ത ആ ഭാഗം, അത് കംപ്ലീറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ചിക്കൻ ഉണ്ടെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 5 ഷവർമ വരെ നല്ല ലാവിഷായിട്ട് ചിക്കനൊക്കെ നിറച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതിനുവേണ്ടി ആദ്യത നമ്മുടെ ഒരു ബോൺലെസ് ചിക്കൻ പീസിൻ്റെ താഴെയുള്ള എല്ലൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ട് എടുക്കണം. പിന്നെ നമ്മൾ ഈ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഷവർമ ഉണ്ടല്ലോ, നമ്മളിങ്ങനെ ചെത്തിയെടുക്കുന്ന രീതിയിൽ നമുക്ക് പുറത്തുനിന്ന് കിട്ടാറില്ലേ, ആ ടൈപ്പിലുള്ള ചിക്കൻ അത് രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ, അതായത് സ്റ്റിക്കിൽ കോർത്ത് വെച്ചിട്ടൊന്നുമല്ല കേട്ടോ, ഏകദേശം ഞാൻ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെങ്ങനെ വെച്ചാൽ നമ്മൾ ഈ ഒരു ചിക്കനിൽ ഇനി ഞാൻ പറയാൻ പോകുന്ന മസാലകളൊക്കെ പുരട്ടിയിട്ട് നമ്മൾ ഓവനിൽ വെച്ചിട്ട് ഒന്ന് ഗ്രില്ല് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് നമ്മൾ ഒരു ഗ്രേറ്ററിൽ വെച്ചിട്ട് ഇങ്ങനെ ചെരിച്ച് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്താൽ ഓൾമോസ്റ്റ് നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന ചിക്കൻ ഉണ്ടല്ലോ, ഏകദേശം അതിൻ്റെ അതേ ലുക്ക് തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയും ട്രൈ ചെയ്യാം. പക്ഷെ ഇന്നിപ്പോൾ ഞാൻ കാണിക്കുന്നത് നമുക്ക് കോമൺ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയാണ്, ഞാനത് പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ചിക്കൻ സ്ട്രിപ്സ് നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു സൈസിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് മസാല പുരട്ടി വെക്കണം. അപ്പോൾ അതിന് വേണ്ടി ആദ്യം ഒരു 2 ടീസ്പൂണോളം മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. റെഡ് കാശ്മീരി ചില്ലി പൗഡർ ഇല്ല, അതുണ്ടെങ്കിൽ അത് ചേർത്തിയാൽ മതി കേട്ടോ. ഇതിപ്പോൾ നല്ല എരിവുള്ള മുളക് പൊടിയാണ്. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് കൊടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നല്ല പോലെ പേസ്റ്റ് ആക്കിയതാണ്. അതൊരു 1.25 ടീസ്പൂണോളം ചേർത്തിട്ട് കൊടുക്കാം. നല്ല പോലെ പേസ്റ്റ് ആക്കണേ, ചതച്ചിട്ടല്ല എടുക്കുന്നത്. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് പെപ്പർ പൗഡറാണ്, അതായത് കുരുമുളകിൻ്റെ പൊടി. ഇതിപ്പം വൈറ്റ് പെപ്പർ പൗഡറാണ്. ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ ചേർക്കാം. നമ്മുടെ എരിവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ചേർത്തിട്ട് കൊടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് ലൈറ്റ് ആയിട്ടുള്ള സോയ സോസാണ്. ഡാർക്ക് സോയ സോസ് ആണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. ഇതൊരു 1/4 ടീസ്പൂണോളം ചേർത്തിട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് ഒരു ഇത്തിരി ഉപ്പ് കൂടെ ചേർക്കാം. നമ്മൾ ഈ സോസ് ചേർക്കുമ്പോൾ അതിലൊരു ശകലം ഉപ്പിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും, എങ്കിലും ഒരു ഇത്തിരി കൂടെ ഉപ്പ് വേണ്ടി വരും. അപ്പോൾ അത് നോക്കിയിട്ടുള്ള ഉപ്പ് കൂടെ ചേർക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് നമ്മുടെ മിക്സ്ഡ് ആയിട്ടുള്ള ഹെർബ്സ് ഇല്ലേ, അതുണ്ടെങ്കിൽ അതും ചേർക്കാം കേട്ടോ. ഒറിഗാനോ അങ്ങനെ മിക്സ്ഡ് ഹെർബ്സ് കിട്ടുന്നുണ്ടെങ്കിൽ അതുകൂടെ ഇത്തിരി ചേർക്കാം. ആ ഒരു ഫ്ലേവറും കൂടെ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് വരുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ്. ഇതിലേക്ക് ഇനി നമ്മൾ ചേർക്കുന്നത് ഒരു 1.5 ടേബിൾ സ്പൂണോളം നമ്മുടെ പുളിയില്ലാത്ത കട്ട തൈരാണ്. അതായത് നമ്മൾ ഇവിടുന്ന് വാങ്ങിക്കുന്ന യോഗേർട്ടാണ്. അപ്പോൾ തൈര് കൂടെ ചേർക്കുമ്പോൾ എല്ലാവർക്കും അറിയുന്നുണ്ടാവും, ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് വരുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും, നമുക്കത് കഴിക്കുമ്പോൾ ഒരു ഹാർഡായിട്ട് തോന്നൂല. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ മസാല പുരട്ടിയിട്ട് വെക്കണം. എല്ലാ ചിക്കൻ പീസസിലും ഒരുപോലെ തന്നെ മസാല പുരട്ടിയിട്ട് വെക്കണം. ഇനി നമ്മൾ ഇതുപോലെ ചെയ്തതിന് ശേഷം ഞാനിവിടെ ഒരു 4 മണിക്കൂർ വരെ ഇത് റെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി ടൈം ഇല്ലെങ്കിൽ പോലും നിങ്ങൾ 2 മണിക്കൂറെങ്കിലും വെക്കുക കേട്ടോ, എങ്കിലും നമ്മൾ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. പിന്നെ രാത്രി അങ്ങനെ മസാല പുരട്ടി വെച്ചിട്ട് പിറ്റേ ദിവസം എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്ററാണ്. ഇതിപ്പോൾ കണ്ടോ, ഒരു 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഫ്രിഡ്ജിൽ താഴെ വശത്താണ് ഞാൻ വെച്ചിരുന്നത്. ഇനി നമ്മളിതിനെ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ പോവുകയാണ്. അതിന് വേണ്ടി 2-3 ടേബിൾ സ്പൂണോളം ഓയിൽ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിക്കരുത് കേട്ടോ, സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. ഇതിലേക്ക് നമ്മളിപ്പം എടുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് ചേർത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ നിങ്ങൾ ചെറിയ തീയിലിട്ടിട്ട് ഫ്രൈ ചെയ്യുക കേട്ടോ, അതല്ലെങ്കിൽ ഒരു ഭാഗം മാത്രം ഇങ്ങനെ ഹാർഡായിട്ടൊക്കെ പോവില്ലേ, അങ്ങനെ ആവും. കാരണം നമ്മൾ ഷവർമക്കകത്ത് ഇത് ഫില്ല് ചെയ്തിട്ട് വരുമ്പം കഴിക്കുമ്പോൾ ഭയങ്കര ഹാർഡായിട്ട് പോകും. അപ്പോൾ ഒന്ന് ചെറുതായിട്ട് സോഫ്റ്റ് ആയിട്ട് വേണം ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ, അതായത് ഷാലോ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചിക്കൻ ഇത് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇനി നമ്മളെ നെക്സ്റ്റ് സ്റ്റെപ്പ്, അതായത് 2ാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഷവർമയ്ക്ക് വേണ്ടിയിട്ടുള്ള സോസ് തയ്യാറാക്കിയിട്ട് എടുക്കുകയാണ്. അതിന് വേണ്ടി നമുക്ക് 2-3 ടേബിൾ സ്പൂണോളം ഗാർലിക് മയോണൈസാണ് വേണ്ടത്, അതായത് വെളുത്തുള്ളിയുടെ ടേസ്റ്റുള്ള മയോണൈസ്. അത് ചെയ്യുന്ന രീതി ഞാൻ മുമ്പേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോയുടെ ലിങ്ക് കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചേർക്കാം. പിന്നെ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത്
ഒരു 1.5 ടീസ്പൂണോളം പുളിയില്ലാത്ത കട്ട തൈര്, അതായത് യോഗേർട്ടാണ് ചേർത്തിട്ട് കൊടുക്കേണ്ടത്. പിന്നെ നമ്മൾ ചേർക്കുന്നത് തഹിന പേസ്റ്റ് ആണ്. അതായത് നമ്മുടെ വെളുത്ത എള്ള് വെച്ചിട്ട്, അതായത് സെസമി സീഡ്സ് വെച്ചിട്ട് തയ്യാറാക്കുന്ന സോസാണ് തഹിന സോസ്, അതാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ നമ്മളിതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മസ്റ്റാർഡ് പേസ്റ്റ് കൂടെ ചേർക്കുന്നുണ്ട്. ഇത് കടുകിൻ്റെ പേസ്റ്റാണ് കേട്ടോ. ഇത് ഓപ്ഷനിലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്തിയാൽ ചെറിയൊരു പുളിയുടെ ടേസ്റ്റ് ഉണ്ട്, അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഒരുപാട് ചേർക്കണ്ട കേട്ടോ, അപ്പോൾ പുളി കൂടെ ഒരു 1/4 ടീസ്പൂൺ മതി. ഇത് കയ്യിലില്ലാത്തവർ ഒന്നെങ്കിൽ ഒരു 1/2 ടീസ്പൂണോളം നമ്മുടെ ലെമൺ പിഴിഞ്ഞിട്ട് ചേർക്കുക, അതല്ലെങ്കിൽ വൈറ്റ് വിനീഗർ, നാച്ചുറൽ വൈറ്റ് വിനീഗർ, അതായത് സുർക്ക ചേർക്കുക കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം വൈറ്റ് പെപ്പർ പൗഡർ, അതായത് കുരുമുളക് പൊടി ചേർത്തിട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് ഒരിത്തിരി ഉപ്പ്, ഇപ്പോൾ നമ്മൾ ആ ചേർത്തിട്ടുള്ള ഹോം മെയ്ഡ് ആയിട്ടുള്ള ഗാർലിക് മയണൈസിലും അതുപോലെ തന്നെ തെഹിന പേസ്റ്റിലും ഒക്കെ ഉപ്പ് ചേർത്തിട്ടാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ടേസ്റ്റ് ചെയ്തിട്ട് മാത്രം ഉപ്പ് ചേർത്തിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സോസ് ഇവിടെ റെഡിയായി, അതായത് ഷവർമ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് ഞാനിവിടെ കുറച്ച് ക്യാബേജ്, അതുപോലെ തക്കാളി ആ ഉൾവശം ഒക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതുപോലെ കുക്കുംബർ അതുകൂടെയാണ് എടുത്തിട്ടുള്ളത്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മളിത് മിക്സ് ചെയ്യുമ്പോൾ കൈ വെച്ചിട്ട് മിക്സ് ചെയ്യരുത് കേട്ടോ, കാരണം ക്യാബേജിൽ നിന്നും കുക്കുംബറിൽ നിന്നും തക്കാളിയിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വരും. അപ്പോൾ പിന്നെ അതിൻ്റെ ഒരു വെള്ളം പോലെ ഇരിക്കും. അപ്പോൾ ഒരിത്തിരി ഉപ്പും അതുപോലെ ഒരിത്തിരി കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട്, എല്ലാം 1/4 ടീസ്പൂൺ മതി, ചേർത്തിട്ട് ചെറുതായിട്ട് സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് മിക്സ് ചെയ്യുക. കൈ വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങനെ ഒരു വെള്ളം പോലെ തോന്നരുത്. പിന്നെ ഇതിലേക്ക് ഒരു 2 ടീസ്പൂണോളം ഇപ്പം നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഷവർമയുടെ സോസ് കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫില്ലിങ്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാപ്സിക്കം ചേർക്കാം കേട്ടോ. ഞാനിവിടെ കുട്ടികൾ കഴിക്കാത്തതുകൊണ്ടാണ് ക്യാപ്സിക്കം ചേർക്കാത്തത്. അപ്പോൾ എന്നാലും ഇത്രയാണ് വെജിറ്റബിൾസ് ഉള്ളത്. പിന്നെ നമുക്ക് ഇതിലേക്ക് ചെറിയൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒലീവ് ഓയിൽ കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരുണ്ടാവും, അങ്ങനെയുള്ളവർ ചേർക്കണ്ട. അല്ലാത്തവർ ഒരു 1 ടീസ്പൂണോ 1.5 ടീസ്പൂണൊക്കെ ഒലീവ് ഓയിൽ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ അതുകൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫില്ലിങ്. അപ്പോൾ നമുക്ക് ഇത് ഫോൾഡ് ചെയ്യാനുള്ള എല്ലാ ഐറ്റംസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സോസിൻ്റെ ടേസ്റ്റ് നോക്കുക, ഉപ്പ്, അതുപോലെ തന്നെ നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ഈ വെജിറ്റബിളിൻ്റെ മിക്സിൻ്റെ കൂടെ ടേസ്റ്റ് നോക്കണം, ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്നുള്ളത് നോക്കണം. ചെറുതായിട്ടൊരു ഉപ്പൊക്കെ ഉണ്ടെങ്കിലാണ്, ചെറിയൊരു പുളിയൊക്കെ കിട്ടിയാലാണ് ടേസ്റ്റ് വരിക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്കും നാരങ്ങ പിഴിഞ്ഞിട്ട് ചേർക്കാം കേട്ടോ ഒരിത്തിരി, കാരണം ചിലർക്കൊക്കെ ആ ചെറിയൊരു പുളി ടേസ്റ്റുള്ള ഷവർമയാണ് ഇഷ്ടം. അപ്പോൾ എന്തായാലും നിങ്ങൾ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കുക. പിന്നെ ഞാനിവിടെ കുറച്ച് നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഷവർമ റോൾ ചെയ്തിട്ട് എടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഹോം മെയ്ഡ് ആയിട്ടുള്ള കുബൂസിൻ്റെ മുകളിലേക്ക് 1-2 ടീസ്പൂണോളം നമ്മുടെ ഷവർമ സോസ് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുക. ഇതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഒരു ലൈനായിട്ട് നമ്മൾ വെച്ച് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു സോസിൻ്റെ കൂടെ തന്നെ നമ്മൾ ടൊമാറ്റോ കെച്ചപ്പ് കൂടെ സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. പക്ഷെ ഞാൻ ആദ്യം കാണിക്കുന്നത് അങ്ങനെ സ്പ്രെഡ് ചെയ്യാത്ത രീതിയാണ്. അപ്പം കുറേശ്ശെ ചേർക്കുക, നിറയെ ചേർത്തി കഴിഞ്ഞാൽ നമുക്കിത് റോൾ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് അതും ലൈനായിട്ട് വെച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾ തയ്യാറാക്കിയിട്ടുള്ള കുബൂസ് കുറച്ച് ചെറുതൊക്കെ ആണെങ്കിൽ ഈ ചിക്കൻ പീസസ് കുറച്ചും കൂടെ ഒന്ന് ചെറുതാക്കിയിട്ട് കൊടുക്കുക കേട്ടോ. കത്തിരിക്ക വെച്ചിട്ടോ കത്തി വെച്ചിട്ടൊക്കെ ഒന്ന് കുറച്ചും കൂടെ കുഞ്ഞു പീസുകളാക്കിയിട്ട് എടുത്താലും കുഴപ്പമൊന്നുമില്ല. അടുത്ത് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ്, ഇതിപ്പോൾ ഞാൻ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഫ്രോസൺ ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടല്ലോ, അത് ഫ്രൈ ചെയ്തെടുത്തതാണ്. പക്ഷെ അതില്ലാത്തൊരു പ്രശ്നമൊന്നുമില്ല, നമുക്ക് വീട്ടിലുണ്ടാക്കിയിട്ട് എടുക്കാം കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ പറ്റും. ഇൻഷാല്ലാ അതിൻ്റെ വീഡിയോ ഞാൻ പിന്നെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നമ്മളെല്ലാം വെച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് കുറേശ്ശെ നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പ്, അതായത് ടൊമാറ്റോ സോസ് ചേർത്തിട്ട് കൊടുക്കുകയാണ്. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഷവർമ സോസിൻ്റെ കൂടെ തന്നെ അത് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. എല്ലാം ചേർത്തതിന് ശേഷം നമ്മൾ ഇതിനൊന്ന് റോൾ ചെയ്തിട്ട് കൊടുക്കുകയാണ്. പതിയെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ബട്ടർ പേപ്പറിൽ ഇതിനൊന്ന് റോൾ ചെയ്തിട്ട് എടുക്കാം. ഇനിയിപ്പോൾ ഷവർമ പ്ലേറ്റ് നമുക്ക് കിട്ടാറുണ്ട്, അങ്ങനെ വേണമെന്നുള്ളവർക്ക് ഇത് റോൾ ചെയ്യാതെ അങ്ങനെ പ്ലേറ്റിൽ വെക്കാം. അതായത് ഇപ്പം താഴെ ഒരു കുബൂസ് റൊട്ടിയും മുകളിൽ ഒരു കുബൂസ് റൊട്ടിയും അങ്ങനെ വെച്ചിട്ടാണ് പ്ലേറ്റിൽ കിട്ടാറുള്ളത്. ആ രീതി വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അതിന് പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ല, താഴെ മുകളിലും വെച്ചാൽ മതി. സോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങളുടെ ഐഡിയ എങ്ങനെയാണോ അതിനനുസരിച്ചിട്ട് ഫില്ല് ചെയ്താൽ മതി. നമ്മൾ ഒന്നാമത്തെ നമ്മുടെ ഹോം മെയ്ഡ് ആയിട്ടുള്ള ചിക്കൻ ഷവർമ ഇവിടെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ ഞാൻ ചെയ്യുന്നത്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ ഷവർമ സോസ് സ്പ്രെഡ് ചെയ്തതിൻ്റെ മുകളിൽ തന്നെ നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പ് കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുകയാണ്.
ഇതിന് ശേഷം നമ്മുടെ വെജിറ്റബിൾസ് ചേർക്കുക, അതുപോലെ തന്നെ ചിക്കൻ ചേർക്കുക, ഫ്രഞ്ച് ഫ്രൈസ് ചേർക്കുക, എന്നിട്ട് റോൾ ചെയ്തിട്ടെടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ ഹോം മെയ്ഡ് ആയിട്ടുള്ള ചിക്കൻ ഷവർമ റോൾ ചെയ്തെടുക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. പ്രത്യേകിച്ചും ആ ഒരു സോസിൻ്റെ ടേസ്റ്റാണ് പറയേണ്ടത്. ഒരുപാട് പേര് കഴിച്ചിട്ട് ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞുള്ളതുകൊണ്ടാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. നല്ല ടേസ്റ്റാണ് നമ്മൾ ഈ ഹോം മെയ്ഡായിട്ട് തയ്യാറാക്കുന്ന ഷവർമ സോസ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ആ സോസ് മസ്റ്റായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്യണേ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ നമ്മുടെ ഹോം മെയ്ഡായിട്ടുള്ള കുബ്ബൂസും അതുപോലെ തന്നെ ഈ രീതിയിൽ ഷവർമ കൂടെ നിങ്ങൾ തയ്യാറാക്കിയിട്ട് നോക്കണം. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന അതിൻ്റെ സെയിം ലുക്കും അതുപോലെ തന്നെ ആ ടേസ്റ്റും ഒക്കെ കിട്ടും. ഈ രീതിയിലൊന്ന് ഷവർമ തയ്യാറാക്കിയിട്ട് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കാം. ഇഷ്ടമായാലും വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് കൂടെ കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും നല്ല റെസിപ്പീസുമായിട്ട് ഈ ടേസ്റ്റിലൂടെ കാണാം. താങ്ക് യു. അസ്സലാമു അലൈക്കും.